ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വെക്കേഷൻസൊക്കെയും കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതായത് ഇന്നലെ സ്കൂൾ അടിച്ച പോലെയാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. വെക്കേഷനൊക്കെ നല്ല ഫാസ്റ്റായിട്ട് പോയി. കാരണം ഒരു മാസം നമുക്ക് നോമ്പ് തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പോയി. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വളരെ ലേറ്റായിട്ടാണെങ്കിലും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷോപ്പിങ്ങൊക്കെയും ചെയ്യുന്ന ഓരോരോ ദിവസങ്ങളിലായിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അതായത് ഷോപ്പിംഗ് ചെയ്യാനെന്ന് പറഞ്ഞ് തന്നെ ഒരു ദിവസം പോയില്ല. പല ആവശ്യങ്ങളായിട്ട് ടൗണിൽ പോയ സമയത്ത് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി. എന്നിട്ടൊരു വേറൊരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് മീറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ടോട്ട് ബാഗ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്കൂളിപ്പോൾ തുറക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബുക്സിന് ബൈൻഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ ഇത്താവും ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അവളുടെ കുട്ടിയുടെ ബൈൻഡ് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ബുക്കിന് ബൈൻഡ് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറേ നോട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എക്സ്ട്രാ 2-3 നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്നാണല്ലോ നോട്ട് തരുന്നത്. ആൻഡ് എനിക്കിപ്പോൾ ആകെപ്പാടെ കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ബാക്കി ബുക്സൊന്നും കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്സൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. മുമ്പത്തേതൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ആരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കില്ല. എന്താണെന്നൊരു പിടിയില്ല. പക്ഷേ ഒരാളുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴും തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ബുക്ക് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ടേബിൾ മൊത്തം ഒരു മെസ്സായി കിടക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ഇതുപോലത്തെ ബ്രൗൺ കവറാണ് എടുത്തിട്ടുള്ളത്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ടോം ആൻഡ് ജെറിൻ്റെ സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് എല്ലാ പ്രാവശ്യവും ബുക്കിൽ ഇതുപോലെ ബൈൻഡ് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കണം. അതെനിക്ക് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കവറും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ നീസും ഒരുമിച്ചായിരുന്നു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളെടുത്ത ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് ഈ ഒരു നോട്ട് പാഡ്. ഇതിന് 70 റുപ്പീസാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഈ ഒരു പേസ്റ്റൽ കളർ പെൻസിൽസ് ആണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. 200 റുപ്പീസാണ്. നല്ല പാക്കേജിലും കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ നല്ല സ്റ്റിക്കേഴ്സാണ്. അവൾ എന്ന് പോയാലും ഇതുപോലത്തതൊക്കെ എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് വാങ്ങിക്കും. അത്ര തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ വാങ്ങിച്ചത് കുറച്ച് സാധനമാണ്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്കെയില്, ഫെവിക്കോള്, ഷാർപ്നേഴ്സ്, പെൻസിൽസ്, പിന്നെ പെന്ന്, അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ അപ്സരയുടെ പാക്കറ്റാണ് പെൻസിൽസൊക്കെയും വാങ്ങിക്കാറ്. ആൻഡ് പെന്ന് ഞാനെന്നും ടെക്നോട്ടിക് പെന്നെയാണ് യൂസ് ചെയ്യാറ്. അത് പണ്ട് തൊട്ടേയുള്ള ശീലമാണ്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഹൈലൈറ്ററിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 വരുന്ന ഹൈലൈറ്ററിന് 125 റുപ്പീസാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല 5 കളേഴ്സാണ്. ഹൈലൈറ്റർ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ഹൈലൈറ്റർ. കാരണം കളർ കോഡിംഗ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ പഠിക്കാൻ ട്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ A4 ഷീറ്റിൻ്റെ ഒരു ബണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലഞ്ച് ബോക്സസും വാട്ടർ ബോട്ടിലും പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കീ ചെയിനും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ +1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ നെറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഫോണിൽ. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മളെ +1 റിസൾട്ട് വന്നടാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആകെ ഇല്ലാണ്ടായിപ്പോയി കേട്ടോ. പക്ഷേ അൽഹംദുലില്ലാഹ് മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്ത മാർക്കൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു മലേഷ്യൻ ജോർജറ്റ് ടൈപ്പിലെ ഹിജാബാണ്. നല്ല ഹിജാബാണ് കേട്ടോ. പിന്നെ ഒരു ഷൂ, സോക്സ് ആൻഡ് പോളിഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ +1 അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് റിസൾട്ട് വന്നതെന്ന് തോന്നിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാർക്സൊക്കെയും കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കീ ചെയിനും 70 റുപ്പീസിൻ്റെ കീ ചെയിനും കൂടി എടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് ടൈപ്പ് ഓഫ് ടോട്ട് ബാഗ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കാരണം അത്ര ലോങ് ആയിട്ട് എത്തുന്നില്ല. ഇതൊരു ഹാൻഡ് ബാഗ് മാതിരിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് പണിഞ്ഞ് തരണം എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ഇത്രയും ദിവസം കുറേ പേഴ്സണൽ കാര്യങ്ങളുടെ പിന്നിലൊക്കെ പോയി കുറേ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ അകത്തായിട്ട് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബാഗ് കൊളായിട്ടുണ്ട്, അവളുടെ ബാഗ് ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അടുത്ത ദിവസം ഓടിപ്പോയി ഷോപ്പിൽ നിന്ന് ഞാൻ ഒരു ക്ലിയർ പെൻസിൽ കേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അവിടെ ആകെ ഭംഗിയുള്ള ഈ ഒരു പൗച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിത് തന്നെ എടുത്തു. പൗച്ച് വാങ്ങിക്കാൻ എനിക്ക് വിട്ടുപോയതാണ് ആദ്യം, അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈമിൽ ഞാനത് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കീ ചെയിൻ ഉണ്ടല്ലോ, അത് ഞാൻ ഈ പൗച്ചിൽ അങ്ങ് ഹാങ് ചെയ്ത് കൊടുത്തു. കാരണം എൻ്റെ ബാഗിൽ അത് തൂക്കാനുള്ള സ്ഥലമില്ല, കാരണം ബാഗിൽ ജിബില്ല കേട്ടോ. അപ്പോൾ ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ പരിപാടി നമ്മുടെ യൂണിഫോംസൊക്കെയും ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ എൻ്റെ 2 സെറ്റ് ഓഫ് യൂണിഫോംസും അയൺ ചെയ്ത് വെച്ചു കേട്ടോ. കാരണം എനിക്ക് എന്നും ഇങ്ങനെ അയൺ ബോക്സ് എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് രണ്ടൊക്കെ ഇട്ട് വെച്ചു. പിന്നെ 2 ദിവസത്തേക്ക് നമുക്ക് അയൺ ചെയ്യണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മുടെ ബാഗിനകത്ത് നമ്മുടെ പൗച്ചും, പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ, ഒരു സേഫ്റ്റിക്ക് എൻ്റെ ഒരു കുഞ്ഞു പോപ്പിക്കുട ഉണ്ട്, അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ചെറിയ സ്പേസ് മാത്രമേ അതിന് വേണ്ടതായിട്ടുള്ളൂ. ആൻഡ് നല്ല വലിയ കുടയാണ് എത്തുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെയും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.